ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ രണ്ട് ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടം ചില സാങ്കേതിക കാരണങ്ങൾ മാറ്റിവെച്ചു. ഫസ്റ്റ് ഘട്ടത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ഘട്ടത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് നോക്കിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലും നമ്മുടെ ജോഗ്രഫിയിലും ഒക്കെ ചോദിച്ചിരിക്കുന്നത് +2 ലെവലിലേക്ക് വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ +2 ലെവൽ റാങ്ക് ഫയലാണ്. അതായത് ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ +1 +2 മാത്രം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കാമെന്ന് കരുതി. ഫുള്ളും വായിച്ച് തീരാൻ സമയം കിട്ടില്ല, എന്നിരുന്നാലും ഒന്ന് നോക്കിക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഞാനിതൊന്ന് നോക്കാനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. Day 1 Day 5 അവർ തന്നെ നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ട്. അപ്പം ഞാനിത് 10th ലെവൽ പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ഇതൊന്നും നോക്കിയിട്ടേ ഇല്ല. പക്ഷേ നമ്മൾ ഇതും കൂടി നോക്കിയിരിക്കണമെന്നാണ് ഏതിൽ പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ വെച്ച് മനസ്സിലാവുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ പല എക്സാമിനും 10th ക്വാളിഫിക്കേഷൻ മാറ്റി അത് +2 ക്വാളിഫിക്കേഷനിലേക്ക് ആക്കിയിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം എന്നതാണ് PSC പറയുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ ഇതാ ഇതിൽ അധ്യായം 1 ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ അങ്ങനെയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ജോഗ്രഫിയും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുമാണ് ഞാൻ ഇന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഒന്ന് വായിച്ച് തീർക്കാമെന്ന്. ഓരോരോ ഘട്ടങ്ങളും നല്ല വ്യക്തമായിട്ടും കോളത്തിലുമൊക്കെ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ലക്ഷ്യ പബ്ലിക്കേഷനിൽ നിന്ന് വാങ്ങിയതാണ്. 1-2 വർഷമായി ഈ ബുക്ക് ഞാൻ വാങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഇത് നല്ല രീതിക്ക് പഠിച്ച് തീർത്തിട്ട് പോലും ഇല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് കരുതി എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ബുക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു OMR ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് ക്യാൻസലായ ക്വസ്റ്റ്യനാണ് എനിക്ക് ഫസ്റ്റ് എക്സാമിനേക്കാളും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ക്യാൻസൽ ചെയ്ത എക്സാമാണ് അത്. 2 എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് 70+ മാർക്ക് വരുന്നുണ്ട്. നമുക്ക് കട്ട് ഓഫ് എത്രയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കട്ട് ഓഫ് വന്നതിന് ശേഷമേ നമുക്ക് കട്ട് ഓഫ് എത്രയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടന ക്ലാസ് എത്രയാണ്, അധ്യായം എത്രയാണ് എന്നൊക്കെ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് അന്ന് വാങ്ങിയ സമയത്ത് എനിക്കത് അയ്യോ ഇത് വാങ്ങണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയെങ്കിലും പിന്നെ വന്നപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ബുക്കും കൂടിയാണ് കേട്ടോ ഇത്. അത്രയ്ക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും എല്ലാ പാർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഒരുപാട് വട്ടം ചെയ്തിട്ടും ഉള്ളതാണ്. SCERT +1 +2 ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബൈൻഡ് പോയിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ തന്നെ +1 +2. നമ്മുടെ സയൻസ് ഒന്നും ഇതിൽ വന്നിരുന്നില്ല. നമ്മുടെ ഏതാണ് പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്ത LD എക്സാമൊക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും ആപ്പിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ളവർക്ക് പഠിക്കാവുന്നതാണ്. എന്താണെന്നാലും ഞാൻ സൈലം ആപ്പ് ഇനി എടുക്കുന്നില്ല. സൈലം ആപ്പിലേക്ക് ഇനി ഒരു തിരിച്ചു പോക്കില്ല. കാരണം സൈലം അപ്പോൾ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നമ്മളെ എത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ട്രിക്ടേൺ തന്നെയാണ്. ട്രിക്ടേൺ മാത്രമായിട്ട് ഇനി മുന്നോട്ട് പോകാനാണ് എൻ്റെ പരിപാടി. വേറെ ഒന്നും തന്നെ ഒരു ആപ്പും വേറെ പെയ്ഡായിട്ടുള്ള ഒരു ആപ്പും എടുക്കുന്നില്ല. സൈലം എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ട്രിക്ടേൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സൈലം എടുത്തത്. ഇപ്പോൾ എന്തായിരുന്നാലും സൈലം എടുക്കുന്നില്ല, ഒട്ടും എടുക്കുന്നില്ല. ട്രിക്ടേണിൽ ജെറിൻ സാറിനോടൊപ്പം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം. ആ ടീം നമ്മളെ സക്സസ്സിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. കാരണം ഫ്രീ LDC ബാച്ച് ചേർന്ന് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ഒരു ഉപയോഗവും നമുക്ക് എത്രത്തോളം അറ്റൻഡ് ചെയ്യാനും. മാത്സിൽ എല്ലാവർക്കും മാത്സ് എന്താണെന്നാലും 15 മാർക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജെറിൻ സാറിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ മാർക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു OMR ഷീറ്റ് ഞാൻ ആസ്ത അക്കാഡമിയിൽ നിന്ന് വാങ്ങിയതാണ്. കോംബോ ആയിട്ട് 100 രൂപയാണ്. ഇത് മാത്രമല്ല ഒരു ബുക്കും കൂടിയുണ്ട്. അങ്ങനെ 100-120 രൂപയ്ക്കകത്ത് വന്നതാണ്. അപ്പം ഞാൻ പിന്നെ ഓരോ എക്സാം കഴിയുമ്പോൾ ഇതിൻ്റെ പേപ്പർ ഞാൻ ഇങ്ങനെ കീറി എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മാർക്കിൻ്റെ ഇതൊന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ 2 എക്സാമും എനിക്ക് ഈസി ആയിരുന്നു. പക്ഷേ സെക്കൻഡ് നമ്മുടെ ക്യാൻസൽ ചെയ്ത പാർട്ടാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നാലും ഒക്കെ എളുപ്പമായിരുന്നു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ജെറിൻ സാറിൻ്റെ മാത്സ് വർക്കൗട്ട് ചെയ്ത് സാറ് ചെയ്തു വരുമ്പോൾ ഇങ്ങനെയായിരുന്നു എന്ന് തോന്നും. പിന്നെ കുറച്ചും കൂടെ ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തല്ല എക്സാം എഴുതിയത്. ടൈം ഞാൻ കുറച്ചിത് ഡിലേ ആയി എനിക്ക്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനി കുറച്ച് കറക്റ്റ് ടൈമും കൂടി വെച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാൾ ടിക്കറ്റൊക്കെ വന്ന് കാണും. 3rd-ഉം 4th-ഉം ഫേസ് വന്ന് കാണും. എനിക്ക് 4th ഫേസാണ്, ആഫ്റ്റർനൂണാണ് എക്സാം. അപ്പോൾ എക്സാമിന് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോയും ചാനലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.